അത്യാവശ്യമായി മേലെയും നമ്മളെ കയ്യിലും താഴെയും നമ്മളെ കയ്യിലും മധ്യത്തിലൊരു സ്ഥലം, അവിടെ ഒരു സ്ഥലം എടുക്കൽ നിർബന്ധമായതുകൊണ്ട് കുറ്റ്യാടിയിൽ എടുക്കേണ്ടി വന്നു. അതിന് ഒരു 10,60,000 ഉറുപ്പികയുടെ മേലെ സെന്റിന് കൊടുക്കേണ്ടി വന്നു. ഈ കടക്കുള്ളതോടുകൂടി അതും കച്ചവടം ചെയ്തിട്ടുണ്ട്. 1 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു. ഒരു ഹൽക്കൊക്കെ കഴിഞ്ഞു പോയതിനു ശേഷം കേരളത്തിന്റെ പുറത്തുള്ള ഒരാളാണ് അദ്ദേഹം. എന്നോട് സ്വകാര്യത്തിൽ ചോദിച്ചു, അതിന് മൊത്തം എത്ര സംഖ്യ വരും? ഞാൻ പറഞ്ഞു 35 ലക്ഷം ഉറുപ്പികന്റെ മേലെ വരും. സ്വകാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളും ഞാനും അള്ളാഹുവും അല്ലാതെ അറിയരുത്, അങ്ങനെ മൂപ്പര പരിചയമുള്ള ആരോടും പറയരുത്, അത് തീർത്തും ഞാൻ തരുന്നത്. അങ്ങനെ അദ്ദേഹം ഏറ്റെടുത്തു. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും സന്താനങ്ങൾക്കും അള്ളാഹു സ്വർഗത്തിൽ സ്ഥലം കൊടുക്കട്ടെ. ഇഖ്ലാസുള്ള മനുഷ്യന്മാരുണ്ട് ലോകത്ത്. ഇരിക്കട്ടെ സഹോദരന്മാരെ. അങ്ങനെ പറഞ്ഞ ആ വ്യക്തി 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ആട്ടിന്റെ സക്കാത്ത് കൊടുക്കുമ്പോൾ ആട്ടിനെ അറുത്തിട്ട് കൊടുത്താൽ മതിയോ എന്ന് ചോദിച്ചു. മസാല ചോദിച്ചാൽ അയാൾ ആട്ടിന്റെ സക്കാത്ത് കൊടുക്കാനുണ്ടാവും. അവരോട് ചോദിച്ചു, ആട്ടിനെ അറുത്തിട്ട് കൊടുത്താൽ മതിയോ? ഞാൻ പറഞ്ഞു, പോരാ, ആട്ടിനെ അറുത്താ പിന്നെ അത് ആടല്ല, പിന്നെ മാംസാണ്, ഭക്ഷണം. ആട്ടിനെ അറുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ആടല്ല, അത് മാംസാണ്. മാംസം കൊടുത്താൽ പോരാ, ഭക്ഷണമായി കഴിയും. അതുകൊണ്ടാണ് അതിന്റെ നിയമത്തിൽ വലിയ മാറ്റങ്ങൾ പല രംഗത്തും ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ പറഞ്ഞ സമയം പോകുന്നതുകൊണ്ട് കൊണ്ട് കിടക്കുന്നില്ല. അപ്പൊ അങ്ങനെ ആട്ടിന് സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ ഉണ്ടാകും. അപ്പൊ അയാൾ നല്ല പൈസ തരാന്ന് പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോ പൈസ ഒന്നും വേണ്ടാന്ന് വിചാരിക്കണ്ട. അത് പുതിയ സ്ഥലം എടുത്തതിനാണ്. അതിന്റെ ശേഷം പിന്നെയും സ്ഥലം എടുത്തിട്ടുണ്ട്. മുമ്പെടുത്ത സ്ഥലത്തിനൊക്കെ കടം വീട്ടാനുണ്ട്. ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മളെ വയറ് ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ തീർക്കൂ. അതിലിടക്ക് നിങ്ങളൊക്കെ നല്ല സംഭാവന തരണം. എന്തിന് സ്ഥലത്തിന് കൊല്ലം പൈസ ചോദിക്കുന്നില്ല. കഴിഞ്ഞ കൊല്ലം ഈ സ്ഥലത്തിനൊക്കെ നിങ്ങളോട് പൈസ ചോദിച്ചു. നിങ്ങളൊക്കെ കഴിവനുസരിച്ച് ഓരോരുത്തരും തന്നു. പിന്നെയും പലരും തന്നു. ഇപ്പോഴും ഇന്നലെയും തന്നവരുണ്ട്. ആ വകയിൽ പൈസ തന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും സ്വർഗം കൊടുക്കട്ടെ. എന്നാൽ പൂർത്തിയായിട്ടില്ല. പക്ഷെ ഇപ്പൊ അതിനെ സംബന്ധിച്ച് നോക്കിയില്ല. അത് ഇൻഷാ അല്ലാഹ് അള്ളാഹു പൂർത്തീകരിക്കും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. നമ്മളെടുത്ത ആ സ്ഥലം, അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ വിദേശ രാജ്യത്തുള്ള സൗദി അറേബ്യയിലുള്ള ദമാമിലെ പ്രവർത്തകന്മാർ താൽപര്യം പ്രകടിപ്പിച്ച് ഒരു ബിൽഡിംഗിന്റെ പ്ലാൻ അവർ ആവശ്യപ്പെട്ടിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അവർക്ക് അത് പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അവർക്കതിന് എല്ലാ കഴിവുകളും അള്ളാഹു നൽകട്ടെ. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളിൽ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. നാട്ടിൽ വെച്ച് സഹായിക്കുന്നവരുണ്ട്, അവർക്കും അള്ളാഹു ജല്ല ജലാലുഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ദാറുൽ ഹുദ ഹയർ സെക്കൻഡറി സ്കൂളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഉണ്ട്. അവിടെ നമ്മുടെ സ്ഥലത്തിന്റെ 4 ഭാഗത്തും ചുറ്റും മതിൽ കെട്ടണം. അത് നന്നായിട്ട് മതിൽ കെട്ടൽ ആവശ്യമാണ്. അതിന് നിങ്ങളൊക്കെ കല്ല് തരണിക്കുമല്ലോ. എല്ലാവരും കല്ല് തരണം. ഞാൻ മരിച്ചുപോയി, നിങ്ങളും മരിച്ചു പോയാലും കല്ല് അവിടെ തന്നെ ഉണ്ടാവും. മതിലും അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവും. നമ്മളൊക്കെ മരിച്ചു പോകും. അല്ലാഹു തആല നമ്മുടെ അമലുകളൊക്കെ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അതിന് 1 ലോഡ് കല്ല്, 2 ലോഡ് കല്ല്, 10 ലോഡ് കല്ല്, 5 ലോഡ് കല്ല്, 1/2 ലോഡ് കല്ല്, അങ്ങനെ തരണം. കുറെ ചെങ്കല്ലും ആവശ്യം ഉണ്ട്. അതിന് കുറെ ആളുകൾ ചെങ്കല്ലും തരണം. അത് എത്ര നിങ്ങൾക്ക് കഴിയുമോ നിങ്ങൾ തരണം. നിർബന്ധമൊന്നും ഉണ്ടാവില്ല. പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടും. അതിനുവേണ്ടി നിങ്ങൾ കൊടുക്കണം. അള്ളാഹുവിന്റെ വരിയിൽ കരുതി കൊടുക്കണം. ഞാൻ ഒരു ചെറുപ്പക്കാരൻ ഇതിന്റെ മുമ്പ് കുറ്റ്യാടി വന്നപ്പോ അദ്ദേഹത്തിന് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തൊരു ഏകദേശം 5-8 ലക്ഷം ഉറുപ്പിക ചിലപ്പോൾ ചെലവ് വരും. ഇവിടെ നിർബന്ധമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിന്റെ അടുത്തുള്ള ഒരു ചെറുപ്പക്കാരാണ് അദ്ദേഹം. ഇൻഷാ അല്ലാഹ് ഞാൻ തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം 1.5 ലക്ഷം ഉറുപ്പിക തന്നിട്ടുണ്ട്. ബാക്കി കൂടി തരാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ കൊടുക്കുന്ന പല ആളുകളുണ്ട്. ഈ പള്ളി നിർമ്മിച്ച സ്ഥലം
അതിന് ഒരു മലയാളി തന്നെ 15 ലക്ഷം ഉറുപ്പികളും എനിക്ക് തരാമെന്ന് പറഞ്ഞു. 10 ലക്ഷം ഉറുപ്പികൾ അയാൾ തന്നു. പിന്നെ അയാൾക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടായി, തരാൻ കഴിഞ്ഞില്ല. ഇപ്പൊ അൽഹംദുലില്ലാ അയാൾ പിന്നെയും രണ്ടാമത് ജോറായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം വിളിച്ചിട്ട് ബാക്കി പൈസ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. ദുനിയാവ് അങ്ങനെയാണ്. ദുനിയാവ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. എല്ലപ്പോഴും എല്ലാ സ്ഥലവും മലയല്ല, എല്ലാ സ്ഥലത്തും കുഴിയുമല്ല, എല്ലാ സ്ഥലത്തും കല്ലല്ല, എല്ലാ സ്ഥലത്തും മണ്ണുമല്ല, എല്ലാ സ്ഥലത്തും വെള്ളം കിട്ടൂല, എല്ലാ സ്ഥലവും വെള്ളം കിട്ടാത്തതുമല്ല. അങ്ങനെ ദുനിയാവിന്റെ ഹാലി, അതിന്റെ പടപ്പത്തരം തന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. വലനബലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് ബശ്ശിരിസ് സാബിരീന അല്ലദീന إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. ചിലപ്പോൾ സാമ്പത്തിക മാന്ദ്യമുണ്ടാവും. ഖുർആൻ പറയാൻ സാമ്പത്തിക മാന്ദ്യം ലോകത്ത് അനുഭവിക്കുമ്പോ ഖുർആൻ അതിനെ സംബന്ധിച്ച് 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പഠിച്ചു ഒരു ഷാർജയിൽ ഒരു അറബിന്റെ അടുത്ത് പോയി. അദ്ദേഹം പണികെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ പൈസ തരാനുണ്ട്. എനിക്ക് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. തന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ചെലവാക്കി പോയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ചെന്ന ഉടനെ തന്നെ എന്നോട് പറഞ്ഞു, ഇപ്പൊ സാമ്പത്തിക മാന്യാണ്. ഞാൻ ഉടനെ ഈ ആയത്ത് ഓതി കൊടുത്തു. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വലനബലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി. അല്ലാഹു തആല ചിലപ്പോൾ നിങ്ങൾ ചില പേടി തന്നിട്ട് പരീക്ഷിക്കും. ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ, ചിലപ്പം വിശപ്പ് തന്നിട്ട് പരീക്ഷിക്കും. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്, ചിലപ്പോൾ സാമ്പത്തിക മാന്യം തന്നിട്ട് പരീക്ഷിക്കും. ശരീരത്തിൽ പലരെയും കൊല്ലപ്പെട്ടിട്ടും മരിച്ചിട്ടും പരീക്ഷിക്കും. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹു തരും. അപ്പോഴൊക്കെ ബശ്ശിരിസ് സാബിരീൻ, അപ്പോൾ ക്ഷമിച്ചു നിൽക്കുന്നവർക്ക് സന്തോഷം അറിയിക്കണം നബിയേ. അവരെ സ്വഭാവമാണ് الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. എന്ത് മുസീബത്ത് വന്നാലും അവരുടെ വാക്കിൽ അനാവശ്യമായ ഒന്നും വരൂല. ഞാൻ ഒരുപാട് ധർമ്മം ചെയ്തവനല്ലേ, പിന്നെ എന്തിനാ എന്റെ കച്ചവടത്തിൽ പൊളിവ് വന്നത്? ഞാൻ ഒരുപാട് കൊടുത്തവനല്ലേ, പിന്നെ എന്തേ എനിക്ക് എന്റെ സാധനം കട്ടുപോയത്? ഇങ്ങനത്തെ ഒരു തോന്നിവാസവും അവൻ പറയൂല. അവൻ പറയും ഇന്നാ ലില്ലാഹി, നമ്മളൊക്കെ അല്ലാഹുവിനുള്ളതാണ്. അവന്റെ ഇഷ്ടം പോലെ അവൻ കൈകാര്യം ചെയ്യും. അതിൽ നമുക്ക് ഒരു പ്രതിഷേധവുമില്ല. അല്ലാഹുവിന്റെ ഏത് തീരുമാനവും എനിക്ക് സംതൃപ്തിയാണ്. വഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളൊക്കെ അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. എന്ത് മുസീബത്തിനും അല്ലാഹു പ്രതിഫലം തരും. അതാണ് ഒരു മുഅ്മിൻ. ഈ ആയത്ത് ഓതിക്കൊടുത്തു. ആയത്ത് ഓതിക്കൊടുത്ത ഉടനെ ഈ ആൾ എന്നോട് പറഞ്ഞു, ഈ ആയത്ത് ഏത് സൂറത്തിലാണുള്ളത്? എനിക്ക് സൂറത്ത് ഓർമ്മയില്ല. ഞാൻ പെട്ടെന്ന് എന്റെ ഒരു സ്നേഹിതൻ ഒരാളെ വിളിച്ചു. അയാളെ വിളിച്ചപ്പോൾ സൂറത്തുൽ ബഖറയിലാണ്. ഞാൻ പെട്ടെന്ന് മുസ്ലിപ്പെടുത്ത് അൽ ബഖറയിൽ നിന്ന് നോക്കി എടുത്ത് കാണിച്ചു കൊടുത്തു. ഇയാൾ പെട്ടെന്ന് ഫോട്ടോ കോപ്പി എടുത്ത് എല്ലാ അറബിയർക്കും കൊടുക്കാൻ വേണ്ടി, ഇത് ഈ ആയത്ത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഇയാൾ വിതരണം തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സാമ്പത്തിക മാന്യം വരുമ്പോഴും പരിശുദ്ധ ഖുർആൻ 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് അതിനെ സംബന്ധിച്ചും സൂചിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ സാമ്പത്തിക മാന്യം വരും, സ്വാഭാവികമാണ്. അവിടെയൊന്നും മുഅ്മിനായ മനുഷ്യൻ പതറേണ്ടതില്ല. മുഅ്മിനായ മനുഷ്യൻ അവിടെ ഒന്നും ബേജാറാകേണ്ടതില്ല. അല്ലാഹുവിന്റെ ഖജനാവ് എന്നും നിറഞ്ഞു കിടക്കുന്നതാണ്. അത് ഉറപ്പിച്ചുകൊണ്ട് വേണം മനുഷ്യൻ ദീനീ പ്രവർത്തനം നടത്താൻ, ഏത് പ്രവർത്തനവും നടത്താൻ. ഒരല്പവും ഒരു വിഷയത്തിലും പതറേണ്ടതില്ല. അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കി ജീവിക്കണം. ഇരിക്കട്ടെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് പക്ഷേ അല്ലാഹു ജല്ല ജലാലുഹു കാരണങ്ങളുമായി ബന്ധപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണങ്ങളുമായി ബന്ധപ്പെടാം. അതിൽ പെട്ടതാണ് സംഭാവന കിട്ടാൻ വേണ്ടി നിങ്ങളോടൊക്കെ ചോദിക്കാന്നുള്ളത്. അത് കാരണങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇനി തരുന്നവൻ അല്ലാഹുവാണ്. തരുന്ന എങ്ങനെ എനിക്കറിയില്ല, അത് അല്ലാഹുവിങ്കലാണ്. അതിലാർക്ക് ഭാഗമാക്കാൻ കഴിഞ്ഞോ അവർക്കത് ആഖിറത്തിൽ ഉപകരിക്കുന്നതായിരിക്കും. നിയ്യത്ത് നല്ലതാണ്, ഇല്ലെങ്കിലോട്ട് കിട്ടുകയില്ല. അതുകൊണ്ട് ഇപ്പൊ പറയുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ഒരു കവർ കൊടുത്തേക്കുന്നുണ്ട്. എല്ലാവരും കവർ വാങ്ങണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു ലോഡ് കല്ലിന്റെ പൈസെങ്കിലും, ഇല്ലെ ഒരു അര ലോഡ് കല്ലിന്റെ പൈസെങ്കിലും എല്ലാവരും ഇട്ട് കൊണ്ടുതരണം. നമുക്കതിന് മതിൽ കെട്ടൽ നിർബന്ധമാണ്. അതിന് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അല്പം കാര്യങ്ങൾ കൂടി സക്കാത്തിനെ സംബന്ധിച്ച് സൂചിപ്പിച്ച് ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ പറയും. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് ഏത് കാര്യങ്ങൾ പറയുമ്പോഴും അതേ ജീവിതത്തിൽ പകർത്താനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും അല്ലാഹു ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലുകളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കൊടുക്കുന്നവന് റബ്ബ് കൊടുക്കും,
ഹദീസിൽ കാണാം ബൈനാ റജുലുൻ ബിഫലാത്തിൻ മിനൽ അർളി, ഒരാളിങ്ങനെ ഒരു സ്ഥലത്തുകൂടി ഇങ്ങനെ പോവുകയാണ്. അപ്പോഴദ്ദേഹം ഒരു ശബ്ദം കേട്ടു, കാർമേഘത്തിൽ ഒരു ശബ്ദം, ഇസ്തി ഹദീഖത ഫുലാൻ, അഡ്രസ് പറഞ്ഞുകൊണ്ട് ഇന്ന ഒരു മനുഷ്യന്റെ തോട്ടത്തിന് പോയി വെള്ളം കൊടുക്കണം. കാർമേഘത്തിലുള്ളൊരു ശബ്ദം. അങ്ങനെ ഉണ്ടാകാം, പക്ഷേ ശരിക്ക് ബോധ്യപ്പെടാത്തതൊക്കെ ഉണ്ടായി എന്ന് പറയുകയും ചെയ്യരുത്. മിന്നാന്ന് ഞാൻ രാത്രി വീട്ടിലെത്തി, അപ്പോഴ് കർണാടക എന്നൊരു ഫോണ് ചന്ദ്രന്റെ മേലെ മുഹമ്മദ് എഴുതി വെച്ചിട്ട് നിങ്ങൾ കണ്ടോ ഉസ്താദേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല, ഞാൻ നോക്കിയിട്ടില്ല. ഉണ്ട് ഉസ്താദേ, ശരിക്ക് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഏതായിരുന്നാലും ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി ഞമ്മക്ക് കുറച്ച വിശ്വാസം ഉണ്ട് അഷഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അത് ചന്ദ്രന് മേലെ എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഉണ്ട്. ഞാൻ ഏതായാലും പുറത്തു വന്ന് ഒന്ന് നോക്കിയപ്പോ ഞാൻ കണ്ടില്ല, എഴുതിയത് കണ്ടില്ല. ഞാൻ അകത്ത് പോയി, ഞാൻ കിടന്നുറങ്ങി. പിറ്റേന്ന് നേരം വെളുത്തപ്പോ പലരും പറയുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഞാനിവിടെ ഇങ്ങനെ പോകുമ്പോൾ ആരോ പറഞ്ഞു ഇപ്പൊ ശരിക്ക് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതേപോലെ തങ്ങളോടും ആരോ വിളിച്ചു പറഞ്ഞു വിടുന്നോ, അതുപോലെ ഇബ്രാഹിം ഉസ്താദിനോട് പറഞ്ഞു, പലരോട് പറഞ്ഞു ഞങ്ങളൊന്നും നോക്കിയിട്ട് കണ്ടില്ല. ചിലർ പറഞ്ഞു ഞങ്ങൾ ശരിക്ക് കണ്ടു. അല്ലാഹുവിനും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. രണ്ടായാലും നമുക്ക് വ്യക്തമായി സ്ഥിരപ്പെടാത്ത ഒരു കാര്യം സ്ഥിരപ്പെട്ടതുപോലെ സംസാരിക്കരുത്. അതെന്റെ ചിലപ്പോ നമ്മളെ കൊടുക്കാൻ വേണ്ടി യഹൂദികളും ക്രിസ്ത്യാനികളും മതവിരോധികളുമൊക്കെ വെറുതെ എന്തെങ്കിലും പറഞ്ഞുവിടും. ചിലപ്പോ ഇന്റർനെറ്റിലോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും അവർ പലതും എഴുതിവിടും. നമ്മളത് വിവരമില്ലാതെ പാടി നടന്ന് കുറച്ചു ദിവസം കഴിയുമ്പോ അതില്ലാത്തതാണെന്ന് കഴിയുമ്പോ ഇങ്ങനെ തന്നെ ഞങ്ങളെ വിശ്വാസമൊക്കെ എന്നായിരിക്കും പിന്നെ അവർ പ്രചരിപ്പിക്കുക. അതുകൊണ്ട് ശരിക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യവും നമ്മൾ ഒരിക്കലും പറഞ്ഞേക്കരുത്. നിങ്ങൾ കണ്ടില്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇന്നലെ അറിയില്ല, ദേവാ കോളേജിലെ കുട്ടി ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ ചോദിച്ചപ്പോ അവരോട് പറഞ്ഞ മറുപടി ഇപ്പൊ പറയാം. അതിലെടുത്ത് ഹുസൈൻ മാഷ് സൂചിപ്പിച്ച എന്താന്ന് ചോദിച്ചാല് ചിലപ്പോ ഒരു ലോഡ് കല്ലും അരലോട് കല്ലൊന്നും തരാൻ കഴിയാത്ത ആളുകളുണ്ടാവും. അവരെന്താ ചെയ്യേണ്ടത്? അവർ ഒരു കല്ലിന്റെ പൈസ കൊടുക്കണം. ഒറ്റ കല്ലിന്റെ പൈസ, ഒരു കല്ലിന്റെ പൈസ കൊടുക്കാൻ ആർക്കും കഴിയില്ലേ? അങ്ങനെ കൊടുക്കണം. അങ്ങനെ അവരവരെ കഴിവനുസരിച്ച് എല്ലാവരും കൊടുക്കണം. കവർ എല്ലാവരും വാങ്ങണം. കല്ല് ഈ കവറിൽ കൊള്ളൂല വിചാരിച്ചിട്ട് കവർ വാങ്ങാതിരിക്കണ്ട. കല്ലെന്തായാലും ഒരു കൊള്ളൂല. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മകൻ മരണപ്പെട്ടു. അന്ന് തന്നെ സൂര്യഗ്രഹണമുണ്ടായി. പലരും പറഞ്ഞു സൂര്യന് ഗ്രഹണമുണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൻ മരിച്ചതുകൊണ്ടാണ്. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരിക്കലും തന്നെ ഒരാൾ മരിച്ചതുകൊണ്ടോ ജനിച്ചതുകൊണ്ടോ സൂര്യന് ഗ്രഹണമുണ്ടാവുകയില്ല. സൂര്യന് ഗ്രഹണമുണ്ടാകുന്നത് അല്ലാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങളാണ്. അതുകൊണ്ട് എന്റെ മകൻ മരിച്ച വകയിലാണ് ഗ്രഹണമെന്ന് നിങ്ങൾ പറഞ്ഞു വരത്തണ്ട. ഇതെന്നവിടുന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ മുന്നിൽ ഈ ഹദീസ് കാണുമ്പോ അവർക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മകൻ മരണപ്പെട്ടതുകൊണ്ടാണ് സൂര്യഗ്രഹണമെന്ന് പറഞ്ഞപ്പോ അത് അംഗീകരിച്ചില്ല. കാരണം അത് അശാസ്ത്രീയമായ ഒരു വിശ്വാസമാണ്. അതിനെ അപ്പോൾ തന്നെ ചോദ്യം ചെയ്തവരാണ് ഞങ്ങളുടെ നേതാവ് എന്ന അഭിമാനത്തോടെ നെഞ്ഞൂക്കൂടെ പറയാൻ കഴിയും. അത് പറയാൻ പറ്റുന്ന സാഹചര്യം ഇവിടെ നിലനിൽക്കണം. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പഠിപ്പിച്ചത്. അതുകൊണ്ട് വ്യക്തമായി രേഖയില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും തന്നെ നമ്മൾ പറഞ്ഞു പോകരുതെന്നും പറഞ്ഞു പരത്തരുതെന്നും ഉണർത്തുകയാണ്. വല്ലവർക്കും അങ്ങനെ ബോധ്യപ്പെട്ടവനത് കണ്ടുകൊണ്ട് അവിടെ നിന്നുകൊള്ളട്ടെ, അതിന് വിരോധമില്ല. അല്ലാഹുവിന്റെ തെളിവുകൾ പല സ്ഥലത്തും പല വിധത്തിലും കണ്ടേക്കാം, കണ്ട് കൂടെന്നും പറയേണ്ടതില്ല. അതേ സമയത്ത് വ്യക്തമായി തെളിയിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പറയരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇരിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അവിടുന്ന് അതാ മനസ്സിലാക്കി അറിഞ്ഞ കാര്യം പറയുകയാണ്. ഒരു ദിവസം ഒരാൾ ഇങ്ങനെ നടന്നു പോകുമ്പോ കാർമേഘത്തിൽ ശബ്ദം കേൾക്കുകയാണ്, ഇന്ന ഒരു മനുഷ്യന്റെ തോട്ടത്തിൽ പോയി വെള്ളം കുടിപ്പിക്കണം. അത് കേട്ടതിന്റെ ഉടനെ തിരിഞ്ഞു നോക്കുമ്പോ ആ മേഘം ഇങ്ങനെ നീങ്ങുകയാണ്. ആ വെള്ളം നേരെ പോയിട്ടൊരു സ്ഥലത്ത് കൽഭൂമിയിൽ പോയി മഴ പെയ്യുകയാണ്.
ആ വെള്ളം അവിടെ നിന്നൊരു ചാലിലൂടെ നീങ്ങുകയാണ്. ആ ചാല് അതാ ഒരു തോട്ടത്തിലേക്ക് കടക്കുകയാണ്. ആ തോട്ടത്തിലൊരാള് അതാ ആയുധമുപയോഗിച്ച് ഉപകരണമുപയോഗിച്ച് വെള്ളം ഓരോ സ്ഥലത്തേക്കും അദ്ദേഹം പടർന്ന കൈക്കോട്ട് പോലുള്ള ആയുധമുപയോഗിച്ച് തിരിക്കുകയാണ്. ഈ കേട്ട മനുഷ്യൻ പോയിട്ട് വെച്ചു, യാ അബ്ദുല്ലാഹ് മസ്മുക, അല്ലാഹുവിന്റെ അടിമയായ മനുഷ്യ, അതിന്റെ പേരെന്താണ്? പേര് പറഞ്ഞു നോക്കുമ്പോൾ ഇസ്മുല്ലദീ സമിഅ ഫി സഹാബ, കാർമേഘത്തിൽ കേട്ട അതേ പേരാണ്. ഉടനെ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്റെ പേരന്വേഷിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഇന്നീ സമീഅതു സൗതൻ ഫി സഹാബില്ലദീ ഹാദാ മാഉഹു, ഈ ഒലിച്ചു വരുന്ന വെള്ളം ഒരു കാർമേഘത്തിൽ പെയ്ത മഴയാണ്. ആ കാർമേഘത്തിൽ നിങ്ങളെ പേര് പറയുന്നത് ഞാൻ കേട്ടു. ആ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളെ തോട്ടത്തിന് വെള്ളം നൽകണമെന്ന ഓർഡർ ഞാൻ കേട്ടു. എല്ലാവരുടെ കേൾവിയും ഒരുപോലെയല്ല, എല്ലാവരുടെ കാഴ്ചയും ഒരുപോലെയല്ല, എല്ലാവരുടെ കഴിവും ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെ ചിലര് കണ്ടത് മറ്റൊരുത്തൻ കണ്ടുകൊള്ളണമെന്നില്ല, ഒരാൾ കേട്ടത് മറ്റൊരാൾ കേട്ടുകൊള്ളണമെന്നില്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ മഹാൻ പറയുന്നു, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ തോട്ടത്തിന് വെള്ളം കൊടുക്കണമെന്ന ഓർഡർ ഞാൻ കാർമേഘത്തിൽ കേട്ടതാണ്. നിങ്ങളെന്താണ് സൽക്കർമ്മം ചെയ്യാറ്? അദ്ദേഹം മറുപടി പറയുന്നു, നിങ്ങളിത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ എന്റെ തോട്ടത്തിൽ കൃഷി ചെയ്ത് കൃഷി കിട്ടിയാൽ അതിന്റെ 1/3 സദഖ ചെയ്യലാണ്, 1/3 ഞാൻ എന്റെ ആവശ്യത്തിന് ഉപയോഗിക്കലാണ്, എന്റെയും കുടുംബത്തിനും വേണ്ടി നീക്കിവെക്കലാണ്, 1/3 ഞാൻ ദുഃഖിന് വേണ്ടി മാറ്റിവെക്കലാണ്. ഇതാണ് എന്റെ പതിവ്. അപ്പൊ ആകെ കിട്ടുന്ന സ്വത്തിൽ നിന്ന് 1/3 ധർമ്മം ചെയ്യുന്ന പതിവുള്ള മനുഷ്യന്റെ തോട്ടത്തിന് പ്രത്യേകം വെള്ളം കൊടുക്കാൻ കാർമേഘത്തിന് ഓർഡറാണ്. സഹോദരന്മാരെ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഈ സംഭവം കാണാം. അപ്പൊ അല്ലാഹു ജല്ല ജലാലുഹു മാത്രമാണ് കൊടുക്കുന്നവനെന്ന് മനസ്സിലാക്കി ആ റബ്ബ് സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത് കൊടുക്കാൻ നാം തയ്യാറാകണം. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് കൊടുക്കാൻ നിർദ്ദേശിച്ചത് കൊടുക്കാൻ നാം തയ്യാറാകണം. ഒരിക്കലും തന്നെ കെട്ടിപ്പൂട്ടി വെക്കുന്നവനാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പഠിപ്പിച്ചു, മൻ ആതാഹുല്ലാഹു മാലൻ, ഒരാൾക്ക് അല്ലാഹു തആല സ്വത്ത് കൊടുത്തു, ഫലം യുഅദ്ദി സകാത്തഹു, എന്നിട്ട് ആ സകാത്ത് കൊടുക്കേണ്ട സ്വത്തിന്റെ സകാത്ത് അവൻ കൊടുത്തില്ല, മുസ്തില ലഹു മാലുഹു യൗമൽ ഖിയാമത്തി ശുജാഅൻ അഖാ ലഹു സബീബതാൻ, ആ പറഞ്ഞ അവന്റെ സ്വത്ത്, ആ സ്വത്തിനെ അതാ ഖിയാമത്ത് നാളാകുന്ന സമയത്ത് ആ സ്വത്തിനെ അല്ലാഹു ജല്ല ജലാലുഹു ഒരു പടുകൂറ്റൻ പാമ്പായി രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഒരു പടുകൂറ്റൻ പാമ്പ്, ലഹു സബീബതാനി, അതിന്റെ കണ്ണിന്റെ മേൽഭാഗത്ത് വല്ലാത്ത 2 കറുത്ത കുത്താണ്, വല്ലാതെ വിഷമുള്ള പാമ്പ്. യുതവ്വിഖുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതവന്റെ പെരടിയിലുള്ളതാ ചുരുട്ടിക്കൊടുക്കുന്നതാണ്. എന്നിട്ട് ആ പാമ്പ് അവന്റെ 2 കവിൾത്തടം അവന്റെ കഴുത്തിൽ ചുരുട്ടിയിരിക്കുന്ന പാമ്പ്. ആ പാമ്പ് എന്താണെന്നാ പറഞ്ഞത്? അവൻ സക്കാത്ത് കൊടുക്കുന്നത് കെട്ടിപ്പൂട്ടി വെച്ച സ്വത്താണ്. അത് പാമ്പിന്റെ രൂപത്തിൽ അല്ലാഹു തആല രൂപപ്പെടുത്തിയതാണ്. അത് കഴുത്തിലിങ്ങനെ ചുരുണ്ടി കിടക്കുന്ന പാമ്പ് അവന്റെ 2 കവിൾത്തടത്തിലും കൊത്തി വലിക്കുന്നു. ആ സമയത്ത് ആ പാമ്പിങ്ങനെ പറയുകയാണ്, അനമാലുക അനകൻസുക, അനമാലുക അനകൻസുക, അനമാലുക അനകൻസുക, ഞാൻ നിന്റെ ധനമാണടോ, ഞാൻ നിന്റെ സ്വത്താണടോ, ഞാൻ നിന്റെ ധനമാണടോ, ഞാൻ നിന്റെ സ്വത്താണടോ. അതിങ്ങനെ ശബ്ദിച്ചുകൊണ്ട് ആ കവിൾത്തടം കൊത്തി കൊത്തി വലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് അവിടുന്ന്
അതാ പരിശുദ്ധ ഖുർആനിലെ ആയത്തതിന് തെളിവങ്ങി ഓതിയിട്ടുമുണ്ട്. എന്നാ സഹോദരന്മാരെ, മറ്റൊരു ഹദീസിൽ കാണാം ആ പ്രവർത്തനം 50,000 കൊല്ലത്തോളം അവനത് നടന്നുകൊണ്ടേയിരിക്കുന്നു.